നമസ്കാരം. പ്രധാന വാർത്തകൾ. വല്ലപ്പുഴ കുറുവട്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. 18 വയസ്സുകാരി ദിജീഷയാണ് മരിച്ചത്. കോങ്ങാട് കാർ നിയന്ത്രണം വിട്ട് തലകീഴായി സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ഒറ്റപ്പാലത്ത് വസ്ത്രം മാറ്റിയെടുക്കാൻ തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ യുവാവിന് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം. ചുനങ്ങാട് സ്വദേശി മുഹമ്മദ് മുസ്തഫയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും കത്തി നശിച്ച സംഭവത്തിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒറ്റപ്പാലം 19 മൈലിലെ താമരക്കുളത്തിൽ യുവാവിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണിയമ്പുറം സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഞായറാഴ്ച നാട്ടിൽ വരാനിരുന്ന കടമ്പഴിപ്പുറം സ്വദേശി കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കുറുവട്ടൂരിലാണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. 18 വയസ്സുകാരി ദിജീഷയാണ് മരിച്ചത്. വല്ലപ്പുഴ കുളപ്പള്ളി പാതയിൽ കുറുവട്ടൂരിലാണ് ശനിയാഴ്ച വൈകുന്നേരം അപകടമുണ്ടായത്. ഒറ്റപ്പാലം 19 മൈൽ മാതേശ്വരിപ്പടി തങ്കപ്പന്റെ മകൾ 18 വയസ്സുകാരി ദിജീഷയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ചൂരക്കോട് നിന്നും സുഹൃത്തുമായി ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിലാണ് അപകടമുണ്ടായത്. കുറുവട്ടൂരിലെത്തിയപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആൺസുഹൃത്തിന്റെ മൊബൈൽ ഫോൺ റോഡിൽ വീഴുകയും സ്കൂട്ടർ നിർത്തി മൊബൈൽ ഫോൺ എടുക്കാൻ പോയ സമയത്ത് ദിജീഷ അബദ്ധത്തിൽ സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ തിരിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് നാട്ടുകാരും സുഹൃത്തും ചേർന്ന് ദിജീഷയെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ ഞായറാഴ്ച രാവിലെ മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഞായറാഴ്ച ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ പള്ളിക്കുറുപ്പിന് സമീപം കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. വെള്ളാട് തൊടി ഇറക്കമിറങ്ങി വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു. മണ്ണാർക്കാട് കോങ്ങാട് പാതയിൽ പള്ളിക്കുറുപ്പിന് സമീപം ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. മണ്ണാർക്കാട് മുക്കണ്ണ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പള്ളിക്കുറുപ്പ് വെള്ളാട്ടുതൊടി ഭാഗത്ത് ഇറക്കം ഇറങ്ങി വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നാട്ടുകാർ യാത്രക്കാരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഒറ്റപ്പാലത്ത് വസ്ത്രം മാറ്റിയെടുക്കാൻ തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ യുവാവിന് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം. ചുനങ്ങാട് കാഞ്ഞിരക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് മുസ്തഫയ്ക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. Stop it. ശനിയാഴ്ച ഉച്ചയോടെ ഒറ്റപ്പാലത്തെ തുണിക്കടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കഴിഞ്ഞ 26-ന് മുഹമ്മദ് മുസ്തഫ ഭാര്യ റംഷാനയ്ക്കൊപ്പമെത്തി ചുരിദാർ വാങ്ങിയിരുന്നു. ചുരിദാറിനൊപ്പം ഷാൾ നൽകിയില്ലെന്നായിരുന്നു പരാതി. ഷാൾ വാങ്ങാനായി വീണ്ടും കടയിലെത്തിയതായിരുന്നു ഇരുവരും. ഇതിനിടെ കടയിലെ ജീവനക്കാരൻ ഫെബിൻ റംഷാനയോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് തർക്കമായി. ഇത് പിന്നീട് മർദ്ദനത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി പെങ്ങള് ഇവിടെ ഒറ്റപ്പാലത്തുള്ള ലോലിപോപ്പ് എന്ന തുണിക്കടയിൽ ചുരിദാർ വാങ്ങിക്കാൻ പോയിരുന്നു. അപ്പം അതിലൊരു അതിന്റെ ഷാള് വെച്ചിരുന്നില്ല. അപ്പം അത് തിരിച്ച് നൽകി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു 1 മണിക്ക് എൻ്റെ പെങ്ങളും അവളുടെ ഹസ്ബൻഡും കൂടി അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഏകദേശം അവരുടെ ഒരു സെയിൽസ്മാൻ, പുതിയതാണെന്ന് അറിയില്ല, കാരണം അവള് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം അവിടെ തന്നെ പർച്ചേസ് ചെയ്യുന്നു. എപ്പോൾ വന്നാലും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യല്. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അവൾക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പൊ ഈ സ്റ്റാഫിനോട് അവൾ സംസാരിക്കുന്ന ഇടയിൽ അവര് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെങ്ങളോട് സംസാരിക്കുകയും അതിൽ അവൾ ഹേർട്ടായിട്ട് പിന്നീട് ആ സ്ഥാപനത്തിലെ മാനേജറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് പറയും. ഹസ്ബൻഡ് അതിന് മുഖാരം മാനേജറെ വിളിച്ച് മാനേജറിനോട് സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളുടെ സ്റ്റാഫിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടായി, സംസാര ശൈലി ഉണ്ടായി ഭാര്യയോട്.
അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഒന്ന് സംസാരിക്കുന്നുണ്ട്. മാനേജർ അതിനുശേഷം പുറത്തുണ്ടായിരുന്ന മാനേജർ തിരിച്ച് അവരുടെ സ്ഥാപനത്തിലേക്ക് വരികയും വന്നതിന് ശേഷം മാനേജറിനെ കൂട്ടി ആ വ്യക്തിയോട് സംസാരിക്കാൻ പോയപ്പോൾ മാനേജറിനോട് പറഞ്ഞതിനും കൂടി ഒരു ദേഷ്യത്തിന്റെ പുറത്താണ് അത് വേറെ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ കടന്നാക്രമിക്കുകയും ചെയ്തു. ആദ്യം മുഖത്തേക്ക് അടിക്കുകയും പിന്നീട് ചാടി ചവിട്ടി നിലത്തിട്ട് കുത്തുകയും അങ്ങനെ പെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവർന്ന് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റഡ് ആണ്. പെങ്ങളും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അളിയനും ട്രീറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റംഷാന മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. തലയടിച്ചു വീണ മുഹമ്മദ് മുസ്തഫയെ വീണ്ടും ജീവനക്കാരൻ മർദ്ദിച്ചു എന്നും പരാതിയുണ്ട്. മറ്റ് ജീവനക്കാർ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിക്കേറ്റ മുസ്തഫ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുസ്തഫയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തുണിക്കടയിലെ ജീവനക്കാരനായ ഫെബിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പയ്യനടത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും കത്തി നശിച്ച സംഭവത്തിൽ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. പയ്യനടം ചക്കരക്കുന്ന് കോവിലകത്ത് രാജേന്ദ്രൻ നായരുടെ സ്കൂട്ടർ വ്യാഴാഴ്ച രാത്രിയാണ് കത്തി നശിച്ചത്. സ്കൂട്ടറിന് സമീപത്തുണ്ടായിരുന്ന സൈക്കിളും കത്തിയിരുന്നു. ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി രാജേന്ദ്രൻ നായരിൽ നിന്ന് ഏറ്റെടുത്ത സ്ഥലത്തെ വീട്ടിലാണ് സ്കൂട്ടറും സൈക്കിളും നിർത്തിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെ പുറത്തുപോയി വന്നതിന് ശേഷമാണ് സ്കൂട്ടർ പഴയ വീട്ടിൽ നിർത്തിയിട്ടത്. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് നിർത്താറ്. രാത്രി 9 മണിയോടെ കത്തി നശിക്കുകയായിരുന്നു. മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ശനിയാഴ്ച ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെ ഉടൻ തന്നെ പിടികൂടാനാവുമെന്ന് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം 19 മൈലിലെ താമരക്കുളത്തിൽ യുവാവിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണിയമ്പുറം കിഴക്കേത്തല മണികണ്ഠനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 കുളത്തിൽ മൃതദേഹം പൊങ്ങിയത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് കുളത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോൺ, ചെരുപ്പ്, ബൈക്കിന്റെ താക്കോൽ തുടങ്ങിയവ കരയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മണികണ്ഠനെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാണാതായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കടമ്പഴിപ്പുറം സ്വദേശി ഹൃദയാഘാതം മൂലം കുവൈറ്റിൽ മരണപ്പെട്ടു. അമ്പലാറുകുളം വീട്ടിൽ രാഹുലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഞായറാഴ്ച നാട്ടിൽ വരാനിരിക്കെയാണ് മരണം. കുവൈറ്റിൽ റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്നു രാഹുൽ. OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. പിതാവ് മോഹനൻ, മാതാവ് രമണി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.05 കോടി രൂപ ചെലവിൽ ഒറവംപുറത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തത് തടസ്സമായി നിന്നു. തുടർന്ന് ഒറവംപുറത്തെ SV മോഹനനും സഹോദരി മാലതിയും കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി 20 സെന്റ് സ്ഥലം നൽകി. വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1.05 കോടി രൂപ ചിലവഴിച്ചാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് മോഹനൻ മാഷിന്റെ കുടുംബത്തിനൊക്കെ, കാരണം നമുക്കറിയാം ഇന്ന് ഭൂമിയൊക്കെ കുടുംബങ്ങൾ പോലും ഭൂമിയുടെ പേരിലൊക്കെ വലിയ പ്രശ്നം വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ 20 സെന്റ് ഭൂമി പഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഭിന്നശേഷിക്കാരായ ഒരുപാട് മക്കൾ നമ്മുടെയൊക്കെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കും. ആ ഉമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കും. ഒരു നേരം അവരെ വീട്ടിനകത്ത് അല്പസമയമൊക്കെ ഇരുത്തി ഈ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് പുറത്തു പോലും പോകാൻ സാധിക്കാത്തൊരു സ്ഥിതിയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഉമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും. അവരോട് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. കാരണം അല്പസമയമെങ്കിലും അവർക്ക് എന്തെങ്കിലും പുറത്തു പോകുവാനോ മറ്റു ജോലികളിൽ ഏർപ്പെടുവാനോ ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് ഈ ബഡ്സ് എന്ന് പറയുന്ന ഒരു ആശയം സർക്കാർ തന്നെ കൊണ്ടുവന്നത്.
ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി അധ്യക്ഷത വഹിച്ചു. പുഴയിൽ മുങ്ങിത്താഴുന്ന കുട്ടികൾക്ക് രക്ഷകരായ ഒറവുംപുറം സ്വദേശികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, ഭിന്നശേഷിക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണം തുടങ്ങിയവയും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സഫ്ന അനസ്, എൻ കെ ബഷീർ, ഡെപ്യൂട്ടി കളക്ടർ ഇ ഷറഫുദ്ദീൻ, കെ പി ജുമൈല, കെ പി വത്സല, പഞ്ചായത്ത് സെക്രട്ടറി മേരി ഗ്രേസ്, ഗഫൂർ പട്ടിക്കാട്, ടി രാധാകൃഷ്ണൻ, യു ശിവദാസൻ, സി പി അസീനാർ ഹാജി, കെ കെ നാസർ ഖാൻ, എം അബ്ദുൽ ലത്തീഫ്, എം ഇന്ദിര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. 40 വർഷം മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സായി തച്ചനാട്ടുകര കുണ്ടൂർക്കുന്നിൽ നിർമ്മിച്ച കെട്ടിടം പരിപാലനമില്ലാതെ നശിച്ചു. 11 വർഷത്തോളമായി കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് അറിയുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ കുണ്ടൂർക്കുന്നിൽ സ്ഥാപിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സാണ് പരിപാലനമില്ലാതെ നശിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് താമസിക്കാനായി 40 വർഷം മുന്നെയാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കഴിഞ്ഞ 11 വർഷമായി കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഉപയോഗം ഇല്ലാത്തതിനാൽ പരിപാലനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെട്ടിടത്തിന്റെ അടിത്തറയും ചുമരും ഉൾപ്പെടെ വിണ്ടുകീറി. കോൺക്രീറ്റ് മേൽക്കൂര മുഴുവൻ കാട് പിടിച്ചതോടെ കോൺക്രീറ്റ് അടർന്നുപോയി. കമ്പി പുറത്തു കണ്ടു തുടങ്ങി. ജനലുകളും വാതിലുകളും ചിതലെടുത്ത് പൂർണ്ണമായും നശിച്ചു. പരിപാലനത്തിനായി ചെറിയൊരു ശ്രദ്ധ അധികൃതർ കാണിച്ചിരുന്നുവെങ്കിൽ കെട്ടിടം ഇന്നും ഉപയോഗിക്കാമായിരുന്നു. ഏതു നിമിഷവും നിലം പതിക്കാറായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരിമ്പുഴ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് പരിസരത്തുള്ള അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റണമെന്നും വെട്ടിയിട്ട മരങ്ങൾ റോഡരികിൽ നിന്നും മാറ്റി വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കണമെന്നും ആവശ്യം. കഴിഞ്ഞ വർഷം ഇവിടെ മരം പൊട്ടി വീണ് അപകടമുണ്ടായിരുന്നു. തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ ITI, അന്ധവിദ്യാലയം, B.Ed കോളേജ്, കല്യാണി കോളേജ് എന്നിവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി മരങ്ങളാണ് ഇവിടെ അപകടകരമായ രീതിയിൽ നിൽക്കുന്നത്. കാറ്റും മഴയും വന്നാൽ ഇവ പൊട്ടിവീഴാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ വിട്ട സമയത്ത് ഇവിടെ മരം പൊട്ടിവീണ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനും മുൻ വാർഡ് മെമ്പറുമായ എം ചന്ദ്രമോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പ്രദേശത്താകമാനം ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നു പോകുന്ന തിരക്ക് പിടിച്ച ഒരു പ്രദേശമായി തോട്ടര പ്രദേശം മാറുകയാണ്. ഇത് പറയാനുണ്ടായ സാഹചര്യം, കഴിഞ്ഞ വർഷം ഏകദേശം മഴക്കാലത്തിന്റെ ഒരു മധ്യഭാഗത്തോടുകൂടി സ്കൂൾ വിട്ട ഒരു 3:45-4 മണിയോടുകൂടി ഇവിടെ ഒരു വലിയൊരു പുളിമരം നിന്നിരുന്നു. ആ പുളിമരം ശക്തമായ മഴയിലും കാറ്റിലും പൊട്ടി വീണ് റോട്ടിലേക്ക് മറയുകയും അതിന്റെ അടിയിൽ ഈ സ്കൂളിലെ 4-5 വിദ്യാർത്ഥികൾ പെടുകയും അവരെ വലിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ എല്ലാ ജനപ്രതിനിധികളും റോഡ് സൈഡിലെ വീഴാറായ മരങ്ങളൊക്കെ വെട്ടിമാറ്റണമെന്ന് മുറവിളി കൂട്ടി. PWD ഉണർന്ന് പ്രവർത്തിച്ചു. ചില മരങ്ങളൊക്കെ പെടാതെ മുറിച്ച് കിടക്കുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെ ഇട്ടു. ആ സംഭവം നടന്നു. ഒരാഴ്ച എല്ലാവരും ജാഗരൂകരായി. അതിനുശേഷം അതൊക്കെ മറന്നു കഴിഞ്ഞു. മഴക്കാലം വരാറായി. അതേ സംഭവം ഇനിയും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ജൂണായാൽ വിദ്യാലയം തുറക്കാൻ പോവുകയാണ്. ഇവിടെ ഏകദേശം ഒരു 3000-ലധികം വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഏത് നിമിഷവും ഈ മരങ്ങളൊക്കെ നിലം വീഴാവുന്ന, നിലം പൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി ഒരു അപകടം വന്നാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ എന്ന സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഉടനെ തന്നെ കണ്ണു തുറക്കണം. കൂടാതെ മഴ പെയ്താൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം റോഡിന് മുകളിലൂടെ പരന്നൊഴുകുന്നതും അപകടാവസ്ഥ ഉണ്ടാക്കുന്നതായി ഇവർ പറയുന്നു. വാഹനങ്ങൾ അതിവേഗത്തിൽ പോകുമ്പോൾ കുട്ടികളുടെ മുകളിലേക്ക് വെള്ളം തെറിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ വഴുതി വീഴുന്നതും പതിവാണെന്നും സ്കൂളിന് മുന്നിലൂടെ അഴുക്കുചാൽ നിർമ്മിച്ച് തൊട്ടടുത്തുള്ള കൽവർട്ടിലേക്ക് വെള്ളം കടത്തിവിടുകയാണ് ചെയ്യേണ്ടതെന്നും ചന്ദ്രമോഹനൻ പറഞ്ഞു. വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ 3-4 ഏക്കർ ഉള്ള സ്ഥലമാണ്. അത് റോഡിനോട് ചെരിഞ്ഞു കിടക്കുകയാണ്. ആ പ്രദേശത്ത് വീഴുന്ന മുഴുവൻ പെയ്യുന്ന വെള്ളവും ഈ വഴിയിലൂടെ ഒലിച്ച് റോട്ടിലിറങ്ങുകയാണ്. റോട്ടിലിറങ്ങി ചരലും മണ്ണും ഒക്കെ റോട്ടിലൂടെ ഒഴിച്ചാണ് ഈ അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഇടവഴിയിലൂടെ പോയി പാടത്തുള്ള തോടിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും അപകടം നടക്കാനുള്ള വലിയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ബൈക്കുകളെ തെന്നി വീണ റോഡ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ പോയി ഇടിച്ച് വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത. അവിടെ പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ അവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുകയും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ PWDയുടെ ഒരു ചെറിയൊരു കൈച്ചാൽ എടുത്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ കൾവെട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഉടൻ തന്നെ PWD ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വേണം. അതുപോലെ തന്നെ
ജനപ്രതിനിധികൾ ഇതിൽ അർജന്റായിട്ട് ഇടപെടണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ റീപ്ലാന്റിങ്ങിനായി കശുമാവുകൾ മുറിച്ചു നീക്കി. വനംവകുപ്പിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് റീപ്ലാന്റിംഗ് നടത്തുന്നത്. ആനമൂളി മുതൽ തത്തേങ്ങലം വരെയുള്ള പ്രദേശത്ത് വനം വകുപ്പിൽ നിന്ന് പാട്ടത്തിനെടുത്ത 544 ഹെക്ടറിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാവിൻ തോട്ടം. 4 ഡിവിഷനുകളിലായാണ് തോട്ടമുള്ളത്. ആനമൂളി ഡിവിഷനിലെ 40 വർഷം കഴിഞ്ഞ 1200 കശുമാവുകളാണ് മുറിച്ചു മാറ്റുന്നത്. 1982 മണ്ണാർക്കാട് പ്ലാന്റേഷനിൽ കശുമാവ് നട്ടത്. 40 വർഷം കഴിഞ്ഞതോടെ മാവുകളിൽ നിന്ന് ഉൽപാദനം കുറഞ്ഞു. ഇവ മുറിച്ചു നീക്കി നല്ല ഉൽപാദനക്ഷമതയുള്ള കശുമാവുകൾ നടാനാണ് പദ്ധതി. തത്തേങ്ങലം ഭാഗത്ത് ഇത്തരത്തിൽ പ്രായമായ മരങ്ങൾ നേരത്തെ മുറിച്ച് റീപ്ലാന്റ് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആനമൂളി ഭാഗത്തും പ്രായമായ മരങ്ങൾ മുറിച്ചു നീക്കി പുതിയ തൈകൾ നടുന്നത്. കോർപ്പറേഷന് നല്ല വരുമാനം ലഭിക്കുന്ന എസ്റ്റേറ്റാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാടിന് പുറമെ ആലക്കോട്, ചീമേനി, കാസർഗോഡ്, രാജപുരം എന്നിവിടങ്ങളിലാണ് കോർപ്പറേഷന് കശുമാവിൻ തോട്ടമുള്ളത്. ഇരുപത്തിയഞ്ച് വർഷമായി ജിദ്ദയിലുള്ള എടത്തനാട്ടുകാരുടെ കൂട്ടായ്മയായ ജീവ എടത്തനാട്ടുകര എടപ്പറ്റ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളിലേക്കായി 1,70,70,000 രൂപ കൈമാറി. എടത്തനാട്ടുകര പാലിയേറ്റീവ് ക്ലിനിക്കിൽ നടന്ന ചടങ്ങ് ജീവ മുതിർന്ന അംഗം ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. എടത്തനാട്ടുകരയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ജീവകാരുണ്യ മത സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാണ് ജീവ എന്നറിയപ്പെടുന്ന ജിദ്ദ എടത്തനാട്ടുകര എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. ഇവരാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി എടത്തനാട്ടുകര എടപ്പറ്റ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളിലേക്കായി 1,70,000 രൂപ നൽകിയത്. എടത്തനാട്ടുകര പാലിയേറ്റീവ് ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ജീവ മുതിർന്ന അംഗം ഫസലുൽ അലി തുക കൈമാറി. ജീവ സ്ഥാപക നേതാവ് തുവശ്ശേരി ബാപ്പു അധ്യക്ഷനായി. ജീവ ജനറൽ സെക്രട്ടറി റഫീഖ് ചക്കംതൊടി, പ്രതിനിധികളായ ഫസീക്ക സഫർ, പള്ളത്ത് ഉമ്മർ, അലി പടവൻപാടൻ ഉസ്മാൻ, യൂനസ്, മുതുകുറ്റി മണി എടത്തനാട്ടുകര, പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഭാരവാഹികളായ മുഹമ്മദ് സക്കീർ, റഷീദ് ചതുരാല, പി ജസീർ, എടപ്പറ്റ ക്ലിനിക് ഭാരവാഹി ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. വി കെ ശ്രീകണ്ഠൻ MP-യുടെ അതിഥികളായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 21 അംഗ സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. 10 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഇവർ തിരിച്ചെത്തും. നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. നമ്മുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്നതിന് നമ്മുടെ MP അനുമോദനം കൊടുത്തൊരു കാര്യമാണത്. അങ്ങനെ തലസ്ഥാന നഗരി നമ്മുടെ ഡൽഹി ഒന്ന് കാണാനും അറിയാനും കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ഒരു പാത ഒരുക്കാനും ഇങ്ങനൊരു പരിപാടി നമ്മുടെ MP തന്ന ഈ ഒരു അനുമോദനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരാഴ്ചത്തെ ഡൽഹി യാത്ര. അതിന് കൂടെ പോകുന്നത് നമ്മുടെ ഇതിനെല്ലാം വളരെയധികം ഉത്സാഹിച്ച ആദ്യം തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ, അതുപോലെ ഈ പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബാലകൃഷ്ണ മാഷ്, PTA എക്സിക്യൂട്ടീവ് അംഗം ശ്രീ രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് മാഷ്, നമ്മുടെ മിടുമിടുക്കരായിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും ഇന്ന് യാത്ര തിരിക്കുകയാണ്. വി കെ ശ്രീകണ്ഠൻ MP-യുടെ അതിഥികളായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 15 വിദ്യാർത്ഥികളും 4 അധ്യാപകരും 2 PTA അംഗങ്ങളും ഉൾപ്പെടുന്ന സംഘമാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. ഞായറാഴ്ച രാത്രി പാലക്കാട് നിന്നും ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് തിരിച്ച സംഘം 10 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തും. പാർലമെന്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. സ്കൂളിലെ മാനേജ്മെന്റ് അംഗങ്ങളും അധ്യാപകരും PTA അംഗങ്ങളും രക്ഷിതാക്കളും ഉൾപ്പെടെ വലിയൊരു സംഘമാണ് ഇവരെ യാത്ര അയക്കാൻ എത്തിയത്. INTUC താഴക്കോട് മണ്ഡലം കമ്മിറ്റിയുടെയും കോർപ്പസ് ഫിസിയോതെറാപ്പി ആൻഡ് മെഡിക്കൽ ലബോറട്ടറിയുടെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. KPCC വക്താവ് സന്ദീപ് G വാര്യർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ക്ലോട്ടിംഗ്, പ്രഷർ ടെസ്റ്റ്, ഫിസിയോതെറാപ്പി ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കരിങ്കല്ലത്താണി അരക്കുപറമ്പ് റോഡിൽ നടന്ന പരിപാടി KPCC വക്താവ് സന്ദീപ് G വാര്യർ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് അധ്യക്ഷനായി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചീരി സുബൈർ, ജില്ലാ സെക്രട്ടറി CK റഫീഖ്, കോൺഗ്രസ് താഴേക്കോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് ഓങ്ങല്ലൂർ, INTUC പെരിന്തൽമണ്ണ റീജിയണൽ പ്രസിഡന്റ് N റഫീഖ് മുഹമ്മദ്, താഴേക്കോട് UDF ചെയർമാൻ P പത്മനാഭൻ, സദാനന്ദൻ, T സഫീർ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന
പാലോട് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനുള്ള ഉപഹാരം സന്ദീപ് ജി വാര്യറും ജീവകാരുണ്യ പ്രവർത്തകൻ KA അഭിജിത്തിനുള്ള പുരസ്കാരം INTUC മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പാലോത്തും കൈമാറി. പട്ടാമ്പി ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മെയ് 11 വരെയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രതന്ത്രി ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 11 വലിയാറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വേട്ടേക്കരൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തുടങ്ങിയത്. കൂടാതെ എല്ലാ ഉത്സവ ദിനങ്ങളിലും അന്നദാനവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വല്ലപ്പുഴ കുറുവട്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. 18 വയസ്സുകാരി ദിജീഷയാണ് മരിച്ചത്. കോങ്ങാട് കാർ നിയന്ത്രണം വിട്ട് തലകീഴായി സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ഒറ്റപ്പാലത്ത് വസ്ത്രം മാറ്റിയെടുക്കാൻ തുണിക്കടയിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ യുവാവിന് ജീവനക്കാരന്റെ ക്രൂരമർദ്ദനം. ചുനങ്ങാട് സ്വദേശി മുഹമ്മദ് മുസ്തഫയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും കത്തി നശിച്ച സംഭവത്തിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒറ്റപ്പാലം 19 മൈലിലെ താമരക്കുളത്തിൽ യുവാവിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണിയമ്പുറം സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഞായറാഴ്ച നാട്ടിൽ വരാനിരുന്ന കടമ്പഴിപ്പുറം സ്വദേശി കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.